തന്നെ KSBL റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കുറച്ച് നീട്ടി തന്നു, തുടരാൻ നൽകുകയുണ്ടായി. എങ്കിലും നൽകി, റിക്വസ്റ്റ് പ്രകാരം നൽകി. പക്ഷേ എങ്കിൽ കമ്പനികൾ കരാർ പ്രകാരമുള്ള വൈദ്യുതി നൽകുന്നത് 2021/8/2023 നിർത്തിവെച്ചു. ഇതിനിടയിൽ പൊതുജന താൽപര്യം അർത്ഥം 2003 വൈദ്യുതി നിയമത്തിലെ ചട്ടം 108 പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് കമ്മീഷന്റെ 10/5/2020 ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. അപ്പോൾ ഈ സർക്കാരിന് ഇടപെടാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSBL ട്രൈബ്യൂണലിന് മുമ്പാകെ നൽകിയ അപ്പീൽ പിൻവലിച്ചു. തുടർന്ന് അനുമതി നിരസിച്ചുകൊണ്ട് കരാറുകൾക്ക് അംഗീകാരം നൽകി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. കമ്മീഷൻ തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശം ഉത്തരവ് പുറപ്പെടുവിച്ചു, അംഗീകാരം നൽകിയത്. വിസ്തൃത ഉത്തരവിനെ എതിരെ കരാർ കമ്പനികൾ ട്രൈബ്യൂണലിനെ സമീപിച്ചു. ഈ കമ്പനികൾ അനുകൂല വിധി നേടുകയും ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ KSBL ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ 25/5/23 ഉത്തരവിനെതിരെ ആപ്റ്റൽ മുമ്പാകെ ഫയൽ ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. അപ്പീൽ പുനഃപരിശോധിക്കാനുള്ള അനുമതി നൽകി 30/9/2024 സുപ്രീം കോടതി പെറ്റീഷൻ തീർപ്പാക്കി. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി പോയി, അപ്പോൾ ഇവർക്ക് തന്നെ ആപ്റ്റലിനെ തന്നെ വിചാരണ ചെയ്യാനുള്ള അനുമതി സുപ്രീം കോടതി കൊടുത്തു. അതിനനുസരിച്ചുള്ള വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വസ്തുത. ഇതിൽ പ്രധാന ആരോപണം എന്ന് പറയുന്നത്, ഇപ്പം രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും എല്ലാം പറയുന്നത് ദീർഘകാല കരാർ റദ്ദാക്കിയതാണ് ഈ കാരണം എന്ന് പറയുന്നത്. അത് സംസ്ഥാന സർക്കാരിന് താല്പര്യം കൊണ്ടുകൂടിയാണ് ഇത് റദ്ദാക്കപ്പെട്ടതെന്നുള്ളതാണ് ആരോപണം. സംസ്ഥാന സർക്കാരാണ് ഇതിന് അപ്പീൽ കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി വരെ പോയതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമ്മൾ 108 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപ്രകാരം 108 പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദാക്കിയത്. അതിനെതിരായി 108 പ്രകാരം നമ്മൾ നടപടിയെടുത്തു. അത് പാടില്ല പറഞ്ഞിട്ട് അത് അംഗീകരിച്ചു. പക്ഷെ അംഗീകരിച്ചപ്പോൾ കമ്പനിക്കാർ തരില്ല എന്നുള്ള അതിനെതിരായി നമ്മൾ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയി. അവസാനം തള്ളിയപ്പോൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു ഇവർക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ വിചാരണ ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി. അവർ കമ്പനിക്കാർ ഒരു കമ്പനി തന്നു, മറ്റൊരു കമ്പനി തരില്ല എന്ന് പറഞ്ഞു. ഇത് ഷോർട്ട് ടേം അല്ലേ, ദീർഘകാലമായിരുന്നു. ഇപ്പോൾ ഈ അഡാൻ്റെ എന്ന് പറയുന്നത് 2 കമ്പനികളിൽ ഷോർട്ട് ടേമിന് മാത്രമേ ഉള്ളൂ അല്ലേ കേട്ടോ. ബാക്കി അത് ലിസ്റ്റ് തരാം നിങ്ങൾക്ക്. അതിൽ അത് ദീർഘകാല കരാറല്ല. അദാനിയാണ് ഇപ്പോൾ സർക്കാരിന് ഇപ്പോൾ വൈദ്യുതി നൽകുന്നത്. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇല്ല, അതല്ല, ഇത് ടെൻഡർ വെച്ചിട്ടല്ലേ ചെയ്യണം. ബോർഡ് ടെൻഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സർക്കാരൊന്നും ഇതിൽ ഇടപെടുന്നേയില്ല. അത് ഷോർട്ട് ടേം ടെൻഡർ. എത്ര ആളറിയോ? എത്ര ആളുടെ? 10-40 പേരുണ്ട് ഷോർട്ട് ടേമിലല്ല. അതിൽ 2 മാത്രമേ അദാനിയുള്ളൂ. 40ഓളം കമ്പനികൾ ഉണ്ടാവും. നോക്കട്ടെ, അത് എണ്ണണം. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇതെണ്ണ രണ്ട് ഷോർട്ട് ടേം കരാറ്. മറ്റ് 40 എണ്ണത്തിൽ 2 ഉള്ളൂ. ചെറിയൊരു പീരീഡിൽ മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇല്ല, അത് എന്നാ പിന്നെ ഗവൺമെന്റ് അപ്പീലിൽ പോണോ? സുപ്രീം കോടതി വരെ പോയില്ലേ ഈ കരാർ റദ്ദ് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട്. ഡേറ്റ് അടക്കം പറഞ്ഞല്ലോ. സുപ്രീം കോടതി റദ്ദ് ചെയ്തപ്പോൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആപ്രിലിനെ കൊണ്ടത് വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെന്താ? ഇത് പൂർണ്ണമായിട്ടും വലിയ വർധനവാണെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 16 പൈസ ഈ ഡിസംബർ മുതൽ അടുത്ത മാർച്ച് വരെ, പിന്നെ വീണ്ടും 12 പൈസ കൂടുന്നത്. 28 പൈസയുടെ വർധനവ് ഫലത്തിൽ ഒരു 3 മാസം കഴിഞ്ഞ് ഉപഭോക്താക്കൾക്ക് ഉണ്ടാവുകയാണ്.
ഈ 2025 12 പൈസയും തുടർന്ന് 2026 അല്ല 2024-25 16 പൈസയും 2025-26 12 പൈസയുമാണ് 2026 വർധനവില്ല. എന്നാൽ കർണാടകത്തിൽ കേട്ടോ, കർണാടകത്തിൽ എത്രയാണ് വർദ്ധിച്ചറിയോ? കർണാടകയിൽ 2025-26 67 പൈസയും 26-27 74 പൈസയും 27-28 91 പൈസയും വർദ്ധിപ്പിച്ചു ശുപാർശ ചെയ്തിട്ടുണ്ട്. അവരാണിത് പറയുന്നത്. ഞാൻ അതല്ല ഞാൻ പറയുന്നത്, അവരാണിത് പറയുന്നത് പറയാണ്. അപ്പൊ സാഹചര്യം വരുമ്പോ അവരും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാണ്. സാഹചര്യം ഇത് നിൽക്കണ്ടേ. മറ്റൊരു ആരോപണം പറയുന്നത് KSEBയെ ഇപ്പം പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയും അതിനുശേഷം സ്വകാര്യവൽക്കരണത്തിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. സ്വകാര്യവൽക്കരണത്തിന് തടഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്താ വെച്ചാൽ സ്വകാര്യവൽക്കരണത്തിന് എതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് എത്രയാണ്? ഹൈഡ്രോ പ്രോജക്റ്റ് ഒന്നുമില്ല, 60% വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ്. എത്ര കമ്മിയായിട്ടുള്ളത്? അത് അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതിപ്പോൾ നമ്മൾ അതിന് വന്ന ശേഷം അത് പരിഹരിക്കാൻ വേണ്ടി ഹൈഡ്രോ പ്രോജക്റ്റുകൾ 3 ഇപ്പോൾ 2 ഉദ്ഘാടനം നടത്തി 20 കൊല്ലമൊക്കെ കിടന്ന പ്രോജക്റ്റുകളാണ്. ഇപ്പോൾ ഒരു 3 കൂടി വരും. ഏകദേശം 200 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റ് ഇപ്പോൾ വരും. അപ്പോൾ നമുക്ക് ഈ തൽക്കാലം ഈ ഷോർട്ടേജ് നിർത്താൻ പറ്റും. അതുമല്ല, നമ്മളിപ്പോൾ 500 മെഗാവാട്ടിൻ്റെ കൽക്കരി നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ നമുക്ക് ഈ ക്രൈസിസ് നമുക്ക് തരണം ചെയ്യാമെന്ന്. ഇപ്പോൾ 1000 മെഗാവാട്ട് കൂടുതലാണ് ആളുകൾ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം വെള്ളത്തിൻ്റെ ഷോർട്ടേജും വന്നു, 1000 മെഗാവാട്ട് കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പരിഹരിക്കണ്ടേ? ഇതാണ്, അല്ലാണ്ട് ഇതിൽ വേറെന്താ നമുക്ക് ഇൻട്രസ്റ്റ്? വലിയ പ്രതിഷേധം ഉണ്ടാവാൻ പോവുകയാണ്. അപ്പം പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ? ഇല്ല, പ്രതിപക്ഷ വസ്തുതയാണല്ലോ. പ്രതിപക്ഷ നേതാവിന് ഏത് റെക്കോർഡ് വേണമെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കാത്തതാണ്. അതിലൊന്നും നമുക്കതിന് കള്ളത്തരമൊന്നുമില്ല. നമ്മളെന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ചർച്ചയ്ക്ക് വേണമെങ്കിൽ നമ്മൾ തയ്യാറാണ്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തന്നോട്ടെ ഞങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത്. ഈ സ്വകാര്യവൽക്കരണം കൊണ്ടുവരും, അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് കൊണ്ടുവരുന്നത്. സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാൻ അതിന് തടഞ്ഞു നിർത്തിയിട്ടുണ്ടല്ലോ നമ്മൾ. സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ഇപ്പോൾ 1000 മെഗാവാട്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചു സോളാറിൽ. അത് നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഹൈഡ്രോ പ്രോജക്റ്റുകൾ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി ലക്ഷ്മി, ഇടുക്കിയുടെ 2nd സ്റ്റേജ്, ഇതൊക്കെ തന്നെ നമ്മൾ ആരംഭിച്ചിട്ട് DPR ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല, എന്നാൽ ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ, അന്നേ അത് കൊടുത്താൽ മതിയല്ലോ. സ്വകാര്യവൽക്കരണത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിൻ്റെ ചിന്തയില്ല. അതിപ്പോൾ അവർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ എന്താ ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞു തന്നല്ലോ. ഈ റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കേരള സ്റ്റേറ്റ് ഗ്രീൻ എനർജി കമ്പനിയാക്കി ബോണ്ടുകൾ ഇറക്കിയും നിക്ഷേപം സ്വീകരിച്ചു സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുതി പദ്ധതികൾ നടപ്പാക്കുന്നതിന് അഭിപ്രായം അറിയിക്കാൻ ഇപ്പൊ MD നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തിന്റെ? അതായത് MD ഇപ്പം സ്വകാര്യവൽക്കരണം, അതായത് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി KSEB സ്വയം പര്യാപ്തമായി മാറാൻ വേണ്ടി സ്വകാര്യവൽക്കരണത്തിനായി MD ഇപ്പം നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് ഈ റിന്യൂവബിൾ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കേരള സ്റ്റേറ്റ് ഗ്രീൻ എനർജി കമ്പനിയാക്കി ബോണ്ടുകൾ ഇറക്കിയും നിക്ഷേപം സ്വീകരിച്ചു. അതല്ല, അത് ഇതുമായിട്ട് KSEB ആയിട്ടല്ലല്ലോ ബന്ധം. ഗ്രീൻ എനർജി സോളാറൊക്കെ ആണല്ലോ. അപ്പൊ അത് സ്വകാര്യവൽക്കരിക്കണം. അതിന് തീരുമാനിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പബ്ലിക് PPP മോഡലുണ്ട്, പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. നമുക്ക് സാമ്പത്തിക ക്രൈസിസ് വരുമ്പോൾ നമ്മൾ അത് ചെറിയ പ്രോജക്റ്റുകളെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അത് നേരത്തെ കുറേ കാലമായി ചെയ്തതാണ്, 25 മെഗാവാട്ടിന് താഴെ. അതത്രയേ ഉള്ളൂ. ഇപ്പോൾ സോളാർ മുഴുവൻ പ്രൈവറ്റ് അല്ലേ, ഓരോരുത്തർ വീട്ടിലല്ലേ വെക്കുന്നത്. കേട്ടാ കർണാടകത്തിൽ
67 പൈസയാണ് കൂട്ടാൻ പോകുന്നത്. ഈ 2026-27 74 പൈസയും 27-8 91 പൈസയും കൂട്ടാൻ പോകുന്നത്. അവരാണ് ഇത് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഒരു കോപ്പി എടുത്തു കൊടുത്ത്. സ്വകാര്യവൽക്കരണം എന്ന ആക്ഷേപം നേരത്തെ രാവിലെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചതാണ്. അഴിമതിക്ക് കളമൊരുക്കുന്നു എന്നാണ് വൈദ്യുതി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ സംസാരിച്ചത്. കരാറുകൾ ഇപ്പോഴുമുണ്ട്. സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ അടക്കം പോയത് എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്.